ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വ്ളോഗ്. എന്നെ സംബന്ധിച്ച് എൻ്റെ ജീവിതത്തിൽ നിന്ന് ഏറ്റവും വലിയൊരു ദിവസമാണ്. എൻ്റെ കുറേ കാലത്തെ ഒരു ആഗ്രഹമാണ് സ്വന്തമായിട്ടൊരു കാർ എടുക്കുക, അല്ലെങ്കിൽ വീട്ടിലേക്കൊരു കാർ എടുക്കുക എന്നുള്ളത്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ സാധിച്ചെടുക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് തമ്മിൽ കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഇന്ന് പോകുന്നതിൽ വേറൊരു പ്രത്യേകത ഉണ്ട്. ഞാൻ വെറുതെ കൈയും വീശിയിട്ടല്ല പോകുന്നത്. നമ്മളെ ചങ്കിനെ ഓടിച്ചിട്ടാണ് നമ്മൾ സൈക്കിൾ എടുക്കാൻ പോകുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചങ്ക് വന്നതിന് ശേഷമാണ് നമ്മുടെ ജീവിതത്തിൽ കുറേ മാറ്റങ്ങൾ സംഭവിച്ചത്. അപ്പം ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു വണ്ടിയൊക്കെ കാർ എടുക്കാൻ പോകുന്ന സമയത്ത് എന്തായാലും നമ്മളെ ചങ്കിനെ കൊണ്ടിട്ടേ നമ്മൾ പോകുന്നുണ്ടാവുള്ളൂ. കറക്റ്റ് പറയുകയാണെങ്കിൽ ഏകദേശം 25 കിലോമീറ്ററോളം ഉണ്ട് ഇവിടുന്ന് ഷോറൂമിലേക്ക്. മെറീന മോട്ടോഴ്സ് എന്നാണ് എടുക്കുന്നത്. ടാറ്റൻ്റെ വണ്ടിയാണ് നമ്മൾ എടുക്കുന്നത്. ഷോറൂമിൽ പോയിട്ട് കാണിച്ചു തരാം ഏത് വണ്ടിയാണ് എടുക്കുന്നതൊക്കെ. എന്താ പറയുക, ഏകദേശം 10 മണിക്കാണ് അവർ ഡെലിവറി സമയം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഓൾമോസ്റ്റ് 9 മണി ആയിട്ടുണ്ട്. എന്തായാലും ഇവിടുന്ന് ഒരു 2 മണിക്കൂർ നമുക്ക് ഓടിക്കാണ്ടാവും. എന്തായാലും ഫാസ്റ്റായിട്ട് നമുക്ക് ഓടിച്ച് അവിടെ എത്താം. എന്നിട്ട് നിങ്ങൾക്ക് ഡെലിവറി എടുക്കുന്ന കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. എന്തായാലും പിടുത്ത് സന്തോഷമാണ് കേട്ടോ. കുറേ കാലമായിട്ട് ഇങ്ങനത്തെ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞാൽ ആഗ്രഹിച്ചിട്ടുണ്ട്. അപ്പം ഇൻഷാ അല്ലാഹ് ഇന്നാണിപ്പം ഈ ഒരു ദിവസം വന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ചങ്കിനെയും കൊണ്ട് വീട്ടിൽ നിന്ന് പോവാം. ചങ്ക് എന്ന് പറയുന്നത് എൻ്റെ സൈക്കിളാണ് കേട്ടോ. നമ്മൾ സോളോ സൈക്കിൾ ടൂറിൽ നമ്മൾ സൈക്കിളിലിട്ട പേരാണ് ചങ്ക് എന്ന് പറയുന്നത്. ഉമ്മയും അതുപോലെ തന്നെ അനിയനും അവരൊക്കെ കാറും കൊണ്ട് വരുന്നുണ്ടാവും. രാവിലെ തന്നെ എണീറ്റ് ചങ്കിന് ഞാൻ സർവീസ് ചെയ്ത് ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. ഫ്രണ്ടിൽ നമ്മൾ ചെറിയ ബാഗും വെച്ചു, അതുപോലെ തന്നെ 2 വാട്ടർ ബോട്ടിലും വെച്ചിട്ട് ഞാനിത് ഇറങ്ങാൻ നിൽക്കുകയാണ്. ഇപ്പോൾ സെറ്റ് കേട്ടോ. അമ്മ പോയി ശരി എന്നാലേ അസ്സലാമു. അപ്പം അങ്ങനെ ചങ്കിനെയും കൊണ്ട് നമ്മളിവിടുന്ന് യാത്ര തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ഇന്നത്തെ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. കാരണം നിങ്ങൾക്കറിയാമല്ലോ നമ്മളുടെയൊക്കെ ഒരു ലൈഫിലുള്ള ഒരു മൂമെൻ്റാണ് ഇതൊക്കെ. ഇപ്പം കുറേ കാലത്തിൻ്റെ ശേഷം ഈ ഒരു സ്വപ്നം നടക്കുമ്പോൾ നമുക്കുണ്ടാവുള്ള ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടല്ലോ, അത് ശരിക്കും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എന്തായാലും നമ്മൾ മെയിൻ റോഡിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് നമുക്ക് അത്യാവശ്യം ദൂരം പോകാനുണ്ട്. നമ്മൾ വിജയവാഡയിൽ നിന്ന് വന്നതിന് ശേഷം വണ്ടി വല്ലാതെ എടുത്തിട്ടില്ല. ആലിഞ്ചോട് കഴിഞ്ഞു ഇങ്ങനെ എക്കാപ്പറമ്പ് എത്രയും മുന്നുള്ള കയറ്റം കയറിക്കൊണ്ടിരിക്കുക കേട്ടോ. കുറച്ച് ദിവസം ഗ്യാപ്പ് ഇട്ടുകൊണ്ട് ഓടിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഫീല് കിട്ടുന്നുണ്ട് ഓടിക്കുമ്പോൾ. അങ്ങനെ കൊണ്ടോട്ടി പറഞ്ഞ സ്ഥലം എത്താറായി. ഇപ്പോൾ ഞാൻ എന്തായാലും അടിപൊളിയായിട്ട് പോകാൻ പറ്റുന്നുണ്ട്. എന്താ പറയുക, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡെലിവറി ചെയ്യുന്ന സമയത്ത് ഉപ്പനെ ശരിക്കും മിസ് ചെയ്യും കേട്ടോ. ഉപ്പോടി ഉണ്ടെങ്കിൽ അടിപൊളിയായിരുന്നു. ഉപ്പ ഇവിടെ നാട്ടിലില്ല, അതുകൊണ്ട് ഉപ്പക്ക് പങ്കെടുക്കാൻ പറ്റാതെ. പിന്നെ ഞാൻ ഏത് കാർ എടുക്കുന്നത്, ഏത് വേരിയൻ്റ് എടുക്കുന്നതൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഒരു 6 കിലോമീറ്റർ ഇപ്പോൾ കവർ ചെയ്ത്, ഇനി എന്തായാലും ഒരു 10-18 കിലോമീറ്റർ കവർ ചെയ്യാനുണ്ട്. 1 മണിക്കൂറിലേറെ സമയം വേണ്ടി വരും. ഇനി അങ്ങോട്ട് പ്ലെയിൻ ആയിട്ടുള്ള റോഡാട്ടോ, അതുകൊണ്ട് വലിയ പ്രശ്നമല്ല. ഞാനങ്ങനെ പാലക്കാട് കോഴിക്കോട് റോഡിന് കയറിയിട്ടുണ്ട്. കൊട്ടപ്പുറം പറഞ്ഞ സ്ഥലം ഏകദേശം എത്താറായി. ഇതുവരെ നല്ല വെതർ ആയിരുന്നു കേട്ടോ. ഇപ്പോൾ ചെറുതായിട്ട് വെയിൽ വന്നിട്ടുണ്ട്. എന്നാലും വലിയ പ്രശ്നമല്ല, നൈസായിട്ട് ഇങ്ങനെ പോകാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇന്ന് നമുക്കിനിപ്പോൾ എത്ര ഓടിക്കാന്ന് കഴിഞ്ഞാലും വിഷയമുള്ള കാര്യമില്ലല്ലോ. നമ്മളെയും പ്രതീക്ഷ ഒരാൾ നിൽക്കുന്നുണ്ടല്ലോ അവിടെ വെയിറ്റ് ചെയ്തിട്ട്. അങ്ങനെ രാമനാട്ടുകര എത്തി കേട്ടോ. രാമനാട്ടുകര ഫ്ലൈ ഓവർ എത്തി. ഇനി നമുക്ക് റൈറ്റ് എടുത്തിട്ട് വേണം മെറീന മോട്ടോഴ്സ്ക്ക് പോകാൻ. വീട്ടിൽ നിന്ന് ഉമ്മയും അനിയനും കസിൻസൊന്നും ഇറങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും നമുക്ക് ഇനിയും കുറേ സമയമുണ്ട്. ഞാൻ രാമനാട്ടുകര ഫ്ലൈ ഓവറിൻ്റെ താഴെ സൈക്കിൾ നിർത്തിയിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് വെള്ളം കുടിച്ചിട്ട് ഇങ്ങനെ സെറ്റായിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഞാനൊരു 1.5 മണിക്കൂർ വിചാരിച്ചിട്ട് രാമനാട്ടിൽ എത്താൻ വേണ്ടിയിട്ട്. കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ 1 മണിക്കൂർ സമയം വേണ്ടി വന്നിട്ടുള്ളൂ ഇങ്ങോട്ട് എത്താൻ വേണ്ടിയിട്ട്. ടാറ്റ മോട്ടോഴ്സിൻ്റെ വണ്ടി എടുക്കുന്ന സമയത്ത് കുറേ ആൾക്കാർ പല അഭിപ്രായങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് പറയാനുള്ള കാരണം പണ്ട് ടാറ്റ മോട്ടോഴ്സിൻ്റെ പേര് ദോഷം കൊണ്ട് തന്നെ ഇപ്പം എന്തായാലും ടാറ്റ മോട്ടോഴ്സ് എന്തായാലും അടിപൊളിയാണ്. അപ്പോൾ ഇറങ്ങുന്ന കാറുകളും അടിപൊളിയാണ്. അപ്പോൾ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പിന്നെ ആ സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ പിന്നെ എന്തായാലും ടാറ്റ മോട്ടോഴ്സിൽ പോകാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ടാറ്റൻ്റെ വണ്ടി എടുക്കാൻ ഉദ്ദേശിച്ച് വീണ്ടും യാത്ര തുടങ്ങിയിട്ടുണ്ട്. ഒരു 10-20 മിനിറ്റ് അവിടെ റെസ്റ്റ് എടുത്ത്. അപ്പോൾ ഇനി ഒരു 5-6 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് ഷോറൂമിൽ എത്തിപ്പെടാൻ പറ്റും. ഇനി അങ്ങോട്ടുള്ള കുറച്ച് ഡിസ്റ്റൻസ് ഓടിക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടില്ല കേട്ടോ. കാരണം
ഫുൾ സ്ട്രൈറ്റ് ആണ്. അതിൻ്റെ പുറമെ 2 സൈഡിലും മരമായിരിക്കും. അതുകൊണ്ട് തന്നെ വെയിലൊന്നും ഇല്ലാതെ കൂളായിട്ട് പോകാൻ പറ്റും. ഇത് വിചാരിച്ച മാറിക്കല്ല കേട്ടോ. ഞാൻ 2 മണിക്കൂർ എടുക്കും വിചാരിച്ചു കൊടുത്തത് ഒരു 1.25 മണിക്കൂർ മാക്സിമം മതി എത്താൻ വേണ്ടിയിട്ട്. അത്യാവശ്യം ലഗേജും കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് ഫാസ്റ്റായിട്ട് പോകാൻ പറ്റുന്നുണ്ട്. അടിപൊളി വ്യൂ അല്ലേ. ഇതെന്തോ ഭാഗ്യത്തിന് വലിയ വെയിലില്ല കേട്ടോ. ഇല്ലെങ്കിൽ ഈ സമയമൊക്കെ ആകുമ്പോഴേക്കും നമ്മളിവിടെ എത്തുമ്പോൾ തന്നെ തളർന്നിട്ടുണ്ടാവും. ഇനി കുറച്ചുകൂടി പോയി കഴിഞ്ഞാൽ നമ്മൾ ഷോറൂം എത്തും. ഞാനിവിടുന്ന് ലെഫ്റ്റ് എടുത്ത് പോകാമെന്ന് വിചാരിച്ചു. നമ്മൾ നേരത്തെ കണ്ട റിവർ ഉണ്ടല്ലോ, അതിൻ്റെ സൈഡിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. ഒന്ന് ഫ്രഷ് ആവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് മുഖമൊക്കെ കഴുകിയിട്ട് ഇങ്ങനെ നമുക്ക് പോവാം അങ്ങോട്ട്. അടിപൊളി. ഫുൾ ഓഫ് റോഡാണല്ലോ. ഇതിൻ്റെ അകത്തേക്ക് കയറിയപ്പോൾ വേറെ തന്നെ ഒരു കാറ്റ്. വീട്ടിൽ നിന്ന് അവരൊക്കെ ഇറങ്ങിയപ്പോഴും കുറച്ച് ലേറ്റായിപ്പോയി. അപ്പോൾ എന്തായാലും നമുക്ക് സമയമുണ്ട്. ചങ്ക് വല്ലാതെ നാട് കണ്ടിട്ടില്ല കേട്ടോ. ചങ്ക് കാര്യമായിട്ട് കണ്ടത് അതർ സ്റ്റേറ്റ്സാണ്. അപ്പോൾ ചങ്കിനെ നമുക്ക് കാണിച്ചു കൊടുക്കും ചെയ്യാം ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ. അങ്ങോട്ട് വഴിയുണ്ടോ? അടിപൊളി. എൻ്റെ മോനെ. പൊളി ഗൈസ്, പൊളി. സൈക്കിളും കൊണ്ട് ഇങ്ങനത്തെ ഓരോ സീനറിക്ക് വന്നിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴും അല്ലെങ്കിൽ ഇവിടെ നിന്ന് വന്നിട്ട് ഇങ്ങനെ ഈ കാഴ്ച കാണുമ്പോഴുള്ള ഫീൽ ഉണ്ടല്ലോ, അത് വേറെ തന്നെ കേട്ടോ. ഇവിടെ ചെറിയൊരു തോണിയുണ്ട്, എടുത്ത് പോയാലോ? നമുക്ക് എന്തായാലും കാർ എടുക്കാനുള്ളതുകൊണ്ട് അങ്ങനത്തെ ഓപ്ഷനൊന്നും ഇപ്പോൾ പറ്റില്ല. അപ്പോൾ എന്തായാലും ഞാനൊന്ന് ഫ്രഷ് ആവട്ടെ, എന്നിട്ട് വേണം പോകാൻ. കാരണം ഈ ഒരു കോലത്ത് പോകണല്ലോ, നമ്മളൊരു കാറൊക്കെ എടുക്കുമ്പോൾ 2-3 ഫോട്ടോസൊക്കെ എടുക്കുന്നതാണല്ലോ. അപ്പോൾ വൃത്തിക്ക് തന്നെ ഒന്ന് സെറ്റായിട്ട് പോകാമെന്ന് വിചാരിച്ചു. നമ്മുടെയൊക്കെ ചെറിയ പ്രായത്തിൽ തന്നെ നമുക്ക് കാറ് റോഡ് സൈഡിലൊക്കെ കാണുമ്പോൾ നമ്മുടെ ആഗ്രഹമായിരിക്കും വലുതാവുമ്പോൾ അങ്ങനത്തെ ഒരു കാർ എടുക്കണം, അല്ലെങ്കിൽ ഒരു കാർ സ്വന്തമായിട്ട് വാങ്ങണം എന്നുള്ളത്. അപ്പോൾ കുറേ കാലമായിട്ട് ഇങ്ങനെ ആഗ്രഹിച്ച് നടന്നതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു സെക്കൻഡ് ഹാൻഡ് കാറ് വാങ്ങാനുള്ള പ്ലാനായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് പിന്നെ ആ പ്ലാൻ മാറ്റി എടുക്കുമ്പോൾ ഇനി ഫ്രഷ് തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ 2-3-4 കമ്പനീസ് നോക്കിയിട്ടുണ്ടായിരുന്നു. ഒന്ന് കിയൻ്റെ വണ്ടി നോക്കിയിട്ടുണ്ടായിരുന്നു, കിയൻ്റെ സോണറ്റ്, പിന്നെ ടാറ്റൻ്റെ നെക്സോണും അൾട്രോസും നോക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഹുണ്ടൻ്റെ വെനിയും, അതുപോലെ തന്നെ i20 നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം ഓരോരോ കാരണത്താൽ പിന്നെ ലാസ്റ്റ് ടാറ്റ മോട്ടോഴ്സിലാണ് എത്തിപ്പെട്ടത്. പിന്നെ ടാറ്റ മോട്ടോഴ്സിൽ നെക്സോൺ വേണോ അൾട്രോസ് വേണോ എന്നുള്ള ഓപ്ഷനായി. എന്തായാലും ഞാൻ ഏതാ എടുത്തതെന്നുള്ളത് നിങ്ങൾക്ക് ഷോറൂം എത്തിയിട്ട് തന്നെ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഇവിടുന്ന് വിട്ടാലോ? വീട്ടുകാർ ഏകദേശം രാമനാട്ടിൽ എത്താനായി. അപ്പോൾ ഇനിയൊരു 10 മിനിറ്റ് മതി അവർക്ക് ഷോറൂം എത്താൻ. എന്നെ സംബന്ധിച്ച് ഒരു 5 മിനിറ്റ് മതി. അപ്പോൾ നമുക്ക് ഇവിടുന്ന് വിടാം. ഏതാനും നിമിഷങ്ങൾക്കകം നമ്മളിതാ നറീന മോട്ടോഴ്സിൽ എത്തുട്ടോ. എത്തി ഏകദേശം. ഇവിടെ കുറച്ച് ഫ്രണ്ടോട്ട് പോയി കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ കാണാൻ പറ്റും. യെസ്, ആ കാണുന്ന റൈറ്റ് സൈഡ് കേട്ടോ. അങ്ങനെ നമ്മൾ ഷോറൂമിൽ എത്തിയിട്ടുണ്ട്. ഉണ്ട് ഗൈസ്, നമ്മൾ സൈക്കിൾ അത് അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഷോറൂമിൻ്റെ അകത്തേക്ക് പോയേക്കാം. ഏതാ കാറുകളൊക്കെ ഞാൻ കാണിച്ചുതരാം. അവരോട് വന്നോട്ട് എന്തായാലും ഫാമിലി പോകേണ്ടത് വേണം. കാലിനൊരു ഓപ്പറേഷൻ കഴിഞ്ഞാണ് അനിയന് 2 ദിവസം മുമ്പ്. അതുകൊണ്ട് അവനക്ക് എന്തായാലും പോരാൻ പറ്റത്തില്ല. വാ, അങ്ങനെ പാവം അനിയന് പോരാൻ പറ്റത്തില്ല, അവനെ കൂടെ നടക്കാൻ പറ്റത്തില്ല. എന്നാ വാ ബാബുന്. കസിൻസും ഉണ്ട് കേട്ടോ. സൈക്കിൾ ഞാൻ അതിൽ കയറ്റിയിട്ടായിരുന്നു തിരിച്ചു കൊണ്ടുപോകുന്നുണ്ടാവുക. ശരിക്കും പറഞ്ഞാൽ ഫുൾ എക്സൈറ്റഡ് ആണ്. ഏതാനും നിമിഷത്തിൻ്റെ അകം നമ്മുടെ വണ്ടി നമുക്ക് കൈ കിട്ടും. അങ്ങനെ നമ്മളിതാ വണ്ടിൻ്റെ അടുത്തേക്ക് പോവാണ്. ഇതാണ് നമ്മുടെ സെയിൽസ് എക്സിക്യൂട്ടീവ്. ഒന്ന് ഫേസ് കാണിക്കോ, ഒന്ന് പരിചയപ്പെടുത്തോ. ഹായ്, ഐ എം റുസാന. ടാറ്റ മോട്ടോഴ്സിൽ 5 years ആയിട്ട് സെയിൽസ് എക്സിക്യൂട്ടീവായിട്ട് വർക്ക് ചെയ്യുന്നു. ഓക്കെ. ഞാനാണ് അൾട്രോസ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്.
ഓക്കെ, എന്തായാലും താങ്ക്സ്. അടിപൊളി സർവീസ് ആയിരുന്നു കേട്ടോ. നമുക്ക് എല്ലാ കാര്യങ്ങളും ഈ പറഞ്ഞ പോലെ ചെയ്തു തന്ന്. അപ്പം നമ്മൾ മനസ്സിലായില്ല ഏതാ എടുക്കാൻ പോകുന്നതെന്ന്. ടാറ്റൻ്റെ ആൾട്രോസാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഏത് കളറാണ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിൻ്റെ മുമ്പായിട്ട് കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ടാവും, അതൊക്കെ ഒന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ. ഹാരിയർ ഡാർക്ക് എഡിഷൻ ആട്ടോ. അത് ഒരു രക്ഷയില്ലാത്ത സാധനമാണ്. വാങ്ങണമെന്ന് നല്ല ആഗ്രഹമുണ്ട്, പക്ഷെ നമ്മളെ ബഡ്ജറ്റ് കൊണ്ട് അത് ഒക്കത്തില്ല. പിന്നെ ഇതവിടെ അൾട്രോസ്, അതുപോലെ തന്നെ ടിഗോറും ടിയാഗോ. ശരിക്കും അനിയനിപ്പോഴും ഒരു ഐഡിയ കിട്ടിയിട്ടില്ല കേട്ടോ, നമ്മൾ ഫുൾ ഓപ്ഷനാണ് വാങ്ങുന്നത് എന്നുള്ളത്. അവൻ്റെ വിചാരത്തിൽ മീഡിയം വേരിയൻ്റാണ് വാങ്ങുന്നതെന്ന് ചിന്തിച്ചിരിക്കുക. ശരിക്കും പറഞ്ഞാൽ അവനക്കാണ് സർപ്രൈസ്. അവനോട് കുറേ പ്രാവശ്യം പറഞ്ഞു ഫുൾ ഓപ്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ എത്ര പറഞ്ഞിട്ട് അത് മാറ്റിയിട്ടില്ല എന്നാണ് അവനോട് പറഞ്ഞത്. ടാറ്റൻ്റെ ആക്സറീസിലാട്ടോ ഞാനുള്ളത്. നമ്മുടെ വണ്ടിക്ക് എന്തൊക്കെയാണ് ചെയ്തത്? ഫുൾ മാറ്റും അണ്ടർ ബോഡി. ഓക്കെ, അതിന് ആ കോട്ടിങ്ങിന് ഏത് റബ്ബർ കോട്ടിങ്ങിൻ്റെ വരുന്നത്? ഓക്കെ, 5 വർഷം വാറണ്ടി ഉണ്ടല്ലേ? ഓക്കെ, അതെന്തായാലും ഞാൻ ചെയ്തിട്ട്. കാരണം നമ്മളെ വണ്ടി അടിഭാഗത്ത് നമ്മൾ അത്രയും ക്ലീൻ ചെയ്യാത്തല്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 5 വർഷത്തേക്ക് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ചെയ്തതാണ്. ഒന്ന് പേര് പറയുമോ? എൻ്റെ പേര് സുധീഷ്. ശരി, അപ്പോൾ താങ്ക്സ്. അപ്പം ഇനി എത്ര ചെയ്യേണ്ടി ബാക്കി? 2000. ആക്സറീസിൻ്റെ പേയ്മെൻറ്റ് ചെയ്തു. വണ്ടി ഡെലിവറി എടുക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ഞാൻ കാര്യമായിട്ടൊന്നും ആക്സറീസ് ചെയ്തിട്ടില്ല ഫുൾ ഓപ്ഷനിൽ. പിന്നെ നമുക്കിനി കൂടുതൽ ചെയ്യാനൊന്നുമില്ലല്ലോ. എന്നാലും സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്യണം. എന്തായാലും ഞാൻ കാണിച്ചു തരാം ബാക്കി കാര്യങ്ങളൊക്കെ. ഇതാണ് നമ്മുടെ വണ്ടി. യെസ്, അനീഷാണ് നമ്മുടെ വീട്ടിലേക്ക് ടെസ്റ്റ് ഡ്രൈവും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നായിരുന്നു. ഡീസൽ ഞാൻ വണ്ടി എടുക്കുന്ന സമയത്ത് ഡീസൽ വേണം പെട്രോൾ വേണം എന്നുള്ള കൺഫ്യൂഷനായിരുന്നു. ഫൈനലി അങ്ങനെ ഡീസലാണ് ഞാൻ എടുത്തത്. ഡീസൽ ഫുൾ ഓപ്ഷനാണ് വണ്ടി എടുത്തത്. ആ മാസം മതി. ഒന്ന് പറയാം. അപ്പോൾ ഗൈസ്, നമ്മളെടുത്ത വണ്ടി ഇതാ ടാറ്റ അൾട്രോസ് ഗ്രേ ആണ് എടുത്തത്. കളറ് ഫുൾ വേരിയൻ്റ് ആണ്, ഡീസലാണ്. അപ്പം ഇതാണ് കേട്ടോ. പിന്നെ എന്തായാലും നമുക്ക് ആദ്യം ഇതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാം. നിങ്ങളെന്നെ എക്സ്പ്ലെയിൻ ചെയ്തോളൂ, അതായിരിക്കും ബെറ്റർ. നിങ്ങളെന്നെ എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. ഓക്കെ ഫൈൻ, ഞാനൊന്ന് ചെയ്യാം. നമുക്ക് വണ്ടി എന്തായാലും പുറത്തെടുക്കാം. എന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് വീട്ടിലെത്തിയതിന് ശേഷം കാണിച്ചു തരാം. നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയട്ടോ, എങ്ങനെയുണ്ട് ആൾട്രോസ് എന്നുള്ളത്. കുറേ ആൾക്കാർ ആൾട്രോസ് യൂസ് ചെയ്യുന്നവരുണ്ടാവും, അപ്പോൾ അവരുടെ റിവ്യൂസും പറഞ്ഞുതരാം. എന്തായാലും കുറേ ചിന്തിച്ചെടുത്ത വണ്ടിയാണ്. നമ്മുടെ സെയിൽ എക്സിക്യൂട്ടീവ് റുക്സാന നമുക്ക് വണ്ടിൻ്റെ കവറ് തരുന്നുണ്ട്. പ്രീമിയം കവറല്ലേ വരുന്നത്? കാർ കവറ് രണ്ടോടെ ഒരുമിച്ച് വാങ്ങിക്കോ. ഓക്കെ ഫൈൻ. ജെന്യൂൻ ആക്സസറിയാണ്. എത്ര 3000 സംതിങ് കോസ്റ്റ് വരുന്നുണ്ടല്ലേ? സോ നമുക്കത് അവർ ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ശരി എന്നാൽ താങ്ക്സ്. എന്തായാലും താങ്ക്സ് ഫോർ യുവർ സർവീസ്. നിങ്ങളുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ ആൾട്രോസ് എടുക്കാൻ ആരെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ മെറീന മോട്ടോഴ്സ് വരുന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. അടിപൊളിയായിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന് അവസാനം വരെ നമ്മുടെ കൂടെ സപ്പോർട്ട് ഉണ്ടാവും. അങ്ങോട്ടും ഉണ്ടാവും അല്ലേ? തീർച്ചയായിട്ടും. അപ്പം നമ്മൾ വണ്ടി ഇവിടുന്ന് എടുക്കാൻ നിൽക്കുകയാണോ? പോലമ്മ ശരിയല്ലേ? സെറ്റല്ലേ? പോലെ ഓക്കെ.
അവൻ്റെ സന്തോഷം കണ്ടില്ലേ? അവനൊരു സർപ്രൈസ് കൊടുത്തന്നെ കണ്ടോ. നമ്മൾ ഫുൾ ഓപ്ഷൻ എടുത്ത് അവനോട് പറഞ്ഞിട്ടില്ല. എന്തായാലും അവനക്കൊരു സർപ്രൈസായി. അപ്പോൾ എന്തായാലും വീട്ടിൽ പോലമ്മ കഴിഞ്ഞില്ലേ? വേണമെങ്കിൽ വെള്ളം കുടിക്കാൻ നിർത്തല്ലേ? ശരി. അപ്പം അതിന് മുമ്പ് നമുക്കൊരു കാര്യം കയറ്റാണ്ട്, നമ്മളെ ചങ്കിനെ നമുക്ക് കൊണ്ടാണ്ട് വണ്ടി കയറ്റാണ്ട്, അതിനെ നമ്മൾ മറക്കാൻ പറ്റത്തില്ല. എങ്ങനെയുണ്ട് സർപ്രൈസ്? ഞാൻ കുറെ പറയുന്നു എക്സ്പീരിയൻസ് വേണ്ട, ഫുൾ ഓപ്ഷൻ ആക്കണം. അന്ന് തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ട് സെറ്റ്. എന്നോട് പറയാന്നാ, ബാക്കിയുള്ളവർക്കൊക്കെ അറിയണി. അങ്ങനെ ചങ്കിനെ നമ്മൾ വണ്ടീൻ്റെ അകത്തേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് ഇവിടുന്ന് പോവല്ലേ? അങ്ങനെ നമ്മൾ വണ്ടിയും കൊണ്ട് ഇതങ്ങനെ യാത്ര തുടങ്ങിയിട്ടുണ്ട്. ഇനി അടുത്തൊരു പമ്പ് കയറിയിട്ട് നമുക്ക് വണ്ടിക്ക് ഡീസൽ അടിക്കണം, അത് നിർബന്ധമാണ്. ഭയങ്കര സന്തോഷമുള്ള ദിവസമാണ് കേട്ടോ. കാരണം ഈ ഒരു മുതൽ നമുക്ക് ഫൈനലി വീട്ടിലെത്തിക്കാൻ പറ്റി. എന്തായാലും ഞാനൊന്നുകൂടി കാണിച്ചു തരാം ഇങ്ങനെ സൈഡെല്ലാം. ഈ കളർ എങ്ങനെയുണ്ടെന്ന് ഗൈസ് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണ്ടോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത്. കാരണം റെഡും അതുപോലെ തന്നെ നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള കളറായിരുന്നു. പക്ഷേ എനിക്കെന്താ അറിയില്ല, ഗ്രേനോടാണ് നല്ല താല്പര്യം തോന്നിയത്. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ അടുത്തുള്ള ആൾറെഡി ഉള്ള വണ്ടിയും ഏകദേശം ആ കളറാണ്, കണ്ടില്ലേ? അങ്ങനെ നമുക്ക് വീട്ടിലേക്കൊരു വണ്ടി അങ്ങനെ വാങ്ങാൻ പറ്റി. അപ്പോൾ എന്തായാലും ഞാൻ ഈ ഒരു വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും നമ്മൾ ഈ ഒരു വണ്ടിയിൽ ചെയ്യാനുണ്ടെങ്കിലൊക്കെ നിങ്ങളൊന്ന് കമൻറ്റ് അടിക്കുക. സോ അതിനനുസരിച്ച് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം വണ്ടിയിൽ. ഇതുവരെയൊക്കെ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ്, അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫേസ്ബുക്ക് കയറി ഫോളോ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയും ബൈ ഗൈസ്.